ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെള്ളമില്ലാത്തപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പോയൊരു വീഡിയോ ആട്ടോ. അപ്പം ഞാൻ ഈ തപ്പി നടക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ആകെ അവിടെ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിലൊന്ന് കാല് നനച്ചിട്ട് കിട്ടുന്ന സുഖമല്ല എൻ്റെ സാറേ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ മേൽപോട്ട് വെള്ളമുണ്ടോ എന്ന് റിസർച്ച് ചെയ്ത് പോകുന്ന പോക്കാണത്. പക്ഷേ വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു, അവിടെ അത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു പാലത്തിൻ്റെ മേലെയാണ് ഞാനിപ്പം നിൽക്കുന്ന ഈ സ്ഥലം. പാലത്തിന് താഴ്പോട്ടും വെള്ളച്ചാട്ടം. നല്ല അടിപൊളി സെറ്റിങ്സ് ആണ് അവിടെ. പാറയൊക്കെ എന്ന് വെച്ചാൽ മഴയുള്ളപ്പോൾ പോയാൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്, പക്ഷെ മഴയില്ലാത്തപ്പോൾ പോയാൽ ദാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ താഴത്ത് കുറേ കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് നേരം കാലിട്ടടിച്ച് ആ ഒരു ആഗ്രഹം സഫലമാക്കിയിട്ട് പോന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അവിടെ മേലോട്ടൊരു റോഡുണ്ടായിരുന്നു. അത് നേരെ ചെന്ന് നിൽക്കുന്നത് ദാണ്ടേ ഈ ഒരു പാറക്കുളത്തിലാണ്. എൻ്റെ പൊന്ന് സാറേ, ആ ഒരു സീനുണ്ടല്ലോ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഈ സാധനമൊക്കെ കണ്ടിട്ടുള്ളത് ടി വിയിൽ മാത്രമാണ്. അതായത് പാറക്കുളം, അങ്ങനെ പാറ പൊട്ടിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ നമ്മുടെ ടി വി സിനിമകളിൽ മാത്രമാണ് ഞാൻ ഈ സാധനം കണ്ടിട്ടുള്ളത്. റിയൽ ലൈഫിൽ കാണുന്നതാണ്ട് ഈ ഫസ്റ്റ് ടൈം ഇപ്പോഴാണ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. പക്ഷേ വെയിൽ, നല്ല ചൂട്, അതൊക്കെ ഒരു വശത്തുണ്ടേലും ഈ ഒരു സംഭവം അത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിക്ക് പുല്ല് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ തലേന്നിട്ട് താഴത്തോട്ട് പോകും. അവിടെ മുള്ളുവേലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് തോന്നുന്നു നേരത്തെ എപ്പോഴും ചെയ്തതാണ്. അത് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അതിൻ്റെ എൻ്റെ എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നോക്കി പതുക്കെ ചവിട്ടിയാണ് നോക്കിയത്. പക്ഷേ എന്നാലും അധികം എൻഡിലോട്ട് പോയി നിന്നില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ ചവിട്ടുന്നത് എൻഡിലാണെന്നുണ്ടെങ്കിൽ തലയും കുത്തി താഴത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ടേക്ക് പോയി നോക്കിയില്ല. കിട്ടിയ ഒരു ഗ്യാപ്പിൽ നിന്നിട്ടാണ്, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണ്, വേറൊരു കാര്യം. അപ്പം അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും എടുത്തത്. പക്ഷെ എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളിയാണെന്ന് വെച്ചാൽ സൂപ്പർ സാധനം. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല, കാരണം നിരാശയോടെ തിരിച്ച് പോരാനിരിക്കുമായിരുന്നു ഞങ്ങൾ. കാരണം വെറുതെ പാറ കണ്ടിട്ട് തിരിച്ചു പോരേണ്ടൊരവസ്ഥയായല്ലോ വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടെന്ന് ഓർത്തിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പം പിന്നെ എന്നാൽ പോയി നോക്കിയേക്കാന്ന് വെച്ചാണ് നമ്മൾ പോയത്. പോയപ്പോഴുണ്ട് ഏതാണ്ട് അടിപൊളി സെറ്റ് സാധനം. എന്തായാലും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവർ ഞങ്ങളെപ്പോലെ മണ്ടൻ തീരുമാനമെടുക്കില്ല എന്നറിയാം, എന്നാലും പറയുകയാണ്, വെള്ളമുള്ളപ്പോൾ, അതായത് മഴയുള്ളപ്പോൾ പോവുക. ഇപ്പോൾ പോയാൽ പാറ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും പോയി പാറ മാത്രം കണ്ടിട്ട് ദാണ്ടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ആകെ ഉണ്ടായൊരു സമാധാനം എന്ന് പറയുന്നത് ദാണ്ടെ ഇത് കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. അല്ലാണ്ട് വെള്ളച്ചാട്ടം, പക്ഷെ അത് അടിപൊളി വെള്ളച്ചാട്ടമാണ്, നല്ല ഭംഗിയാണത് കാണാനായിട്ട് തന്നെ. കാരണം നമ്മുടെ വെള്ളമില്ലെങ്കിൽ പോലും ആ പാറയുടെ ഒരു സ്ട്രക്ചറൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ വെള്ളമുള്ളപ്പോൾ പറയണ്ടല്ലോ അല്ലേ. ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു, അടിപൊളി വ്യൂസും ഫോട്ടോസും കണ്ടിട്ട് തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറത്തോട് മീൻമുട്ടിപ്പാറ വാട്ടർഫോൾസ് ആണ്, മല്ലപ്പള്ളിയാണ് പ്ലേസ് വരുന്നത്. മഴയുള്ളപ്പോൾ പോയി, വെള്ളമുള്ളപ്പോൾ പോയി കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വാട്ടർഫോൾസ് തന്നെയാണത്. അപ്പോൾ പോകുന്നവരുടെ ശ്രദ്ധിക്കുക, വെള്ളമുള്ളപ്പോൾ പോയി മാത്രം കാണുക. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പറ്റാത്ത നിരാശയോടെ ഞങ്ങൾ മടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ബൈ.